ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കൊന്ന് അടിപൊളി ദിവസം തന്നെയായിരുന്നു. നമുക്ക് ഫ്രീ ഗ്രൂപ്പിൽ ഒരു ടാർഗറ്റാണ് അടിച്ചേക്കണത്. നമുക്ക് ആകെ ഫ്രീ ഗ്രൂപ്പിൽ ആകെ ഒരു ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് കുറേ നേരം കാത്തിരുന്നിട്ട് ഒരു 10:15 കഴിഞ്ഞിട്ടാണ് ആ ട്രേഡ് കിട്ടിയത്. പക്ഷെ നമുക്കത് ഫുൾ ടാർഗറ്റാണ്. പെയ്ഡ് ഗ്രൂപ്പിൽ നമുക്കൊരു 3 ട്രേഡുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 ട്രേഡും 1:1 ഒരു ട്രേഡ് ഫുൾ ടാർഗറ്റുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുമ്പ് നമുക്ക് ട്രേഡിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതറിഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുമ്പോൾ എൻ്റെ കണ്ടീഷനിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഓരോ മിസ്റ്റേക്കുകൾ ചെയ്യാൻ പാടില്ലേ, അതാണെന്ന് പറയണത്. ഇന്ന് എൻ്റെ കണ്ടീഷനിൽ നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകളാണ് ഇന്ന് പറയാൻ പോണൊരു ടോപ്പിക്ക്. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്കൊക്കെ പോവാം. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ്. നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാൻ രാവിലെ ടെലിഗ്രാമിൽ ഒരു പ്രൈസ് തരും, ഒരു സ്ട്രൈക്ക് തരും. അപ്പോൾ ആ സ്ട്രൈക്കും പ്രൈസും നിങ്ങൾ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. പിന്നെ അതിലൊരു ലൈൻ വരയ്ക്കുക. ഇങ്ങനെ പ്രൈസിൻ്റെ 141 അങ്ങനെ ഈ പ്രൈസുകളുണ്ടല്ലോ, കാണുന്ന പ്രൈസുണ്ടല്ലോ, അല്ല എവിടെയെങ്കിലും ഒരു പ്രൈസ് ഞാൻ തരണ്ടാവുക, അല്ലെ അവിടെ പോയിട്ടൊരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ച ശേഷം പിന്നെ ട്രേഡിലേക്ക് വരുന്ന നേരത്ത്, അതായത് മാർക്കറ്റ് ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, അതാണ് ട്രേഡ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബൈയേഴ്സ് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയേഴ്സ് ക്യാനിൽ ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ഷൻ വരണം, അതായത് റെഡ് ക്യാനിൽ റിജക്ഷൻ വരണം. എന്നാലാണ് നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആവുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക. ബൈയേഴ്സ് ഇതിൽ ക്ലോസ് ചെയ്തു, ഇവിടെയും ക്ലോസ് ചെയ്തു, ഇവിടെയും ക്ലോസ് ചെയ്തു, ഇവിടെയും ക്ലോസ് ചെയ്തു. അപ്പോൾ ഇത്രയും ക്ലോസിങ് കഴിഞ്ഞിട്ട് സെല്ലേഴ്സ് ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതാണ് സെല്ലേഴ്സ് ബോഡി ക്ലോസ് ചെയ്യണത്. സെല്ലേഴ്സിൻ്റെ ക്യാനിൽ ഇത്രയും വലുതുണ്ട്, ഈ വിക്ക് ഉള്ളത് ഇത്രയും വലിയ ക്യാനിലാണ് സെല്ലേഴ്സിൻ്റെ. പക്ഷേ എൻ്റെ ബോഡി ക്ലോസ് വരുന്നത് ഇതാണ്, 152 ബോഡി ക്ലോസ് വരുന്നത് ഇതിൻ്റെ. അപ്പോൾ അത് മനസ്സിലാക്കും, 152 ബോഡി ക്ലോസ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. ഇനി ഒരു ട്രേഡ് എടുക്കും, മനസ്സിലായില്ലേ? ചാടി കയറിയിട്ടുള്ള ട്രേഡിംഗ് ഒന്നുമില്ല ഇവിടെ. ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല ചാടി കയറിയിട്ടുള്ള പരിപാടികളൊന്നുമില്ല ഇവിടെ. സെല്ലേഴ്സ് ക്യാനിൽ ഏറ്റവും ടോപ്പിലാണ് വന്നത്. ഞാൻ കൊടുത്ത പ്രൈസ് 141 152 നമുക്ക് സെല്ലേഴ്സ് റേഷൻ കിട്ടിയത്. അപ്പോൾ 11 പോയിന്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ച് ഡിമാൻഡ് പ്രൈസിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കണം, മനസ്സിലായില്ലേ? ഒന്നെങ്കിൽ ലിമിറ്റിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഡിമാൻഡ് പ്രൈസ് ഒരു 2 രൂപ 3 രൂപ വ്യത്യാസത്തിന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ 141 മേടിക്കാൻ പറഞ്ഞ പ്രൈസ് നേരെ ഒന്ന് എത്തിയേക്കണത് 143 വരെയാണ്. ഇപ്പോൾ 2 പോയിന്റ് വ്യത്യാസത്തിന് നമുക്ക് ആ ട്രേഡ് കിട്ടും. ഇതിൻ്റെ മുകളിൽ കൊടുക്കാം കേട്ടോ, ഈ 146 കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. 5 പോയിന്റ് വ്യത്യാസമുണ്ട്. ഒരു പോയിന്റ് എൻ്റെ ഒരു റിസ്ക് ഉണ്ട് അവിടെ, റിസ്ക് എലമെൻ്റ് ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 പോയിന്റ് 4 പോയിന്റ് വ്യത്യാസത്തിന് നമുക്കത് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങൾ ഡിമാൻഡ് പ്രൈസ് എടുക്കേണ്ടത്. ബേസിക്കലി എല്ലാവരുടെയും മിസ്റ്റേക്ക് ഇവിടെ ആരംഭിക്കുകയാണ്, മനസ്സിലായില്ലേ? ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾക്ക് ഉണ്ടാകുന്ന കോമൺ മിസ്റ്റേക്കുകളാണ് പറയണത്. ഇപ്പോൾ 10 പോയിന്റ് വ്യത്യാസത്തിന് ഇവിടെ കിട്ടി, ഇവിടെയാണ് ചാടി കയറരുത്. ഇവിടെ കയറിനോട് തെറ്റില്ല, ഞാൻ ഇപ്പോഴും പറയാം കയറിനോട് തെറ്റില്ല. പക്ഷേ SL പോകാൻ ഒരു 90% ചാൻസ് ഉണ്ട്. ഈ 152 സെല്ലേഴ്സ് റേഷൻ കണ്ടു, നേരിട്ട് കയറുകയാണ്. അങ്ങനത്തെ മെത്തേഡാണെങ്കിൽ നിങ്ങൾക്ക് SL പോകാൻ ഒരു 90% ചാൻസ് SL പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിമാൻഡ് പ്രൈസിലേക്ക് വരട്ടെ എന്ന് പറയുന്നത്. ഇതൊരു മിസ്റ്റേക്കിൻ്റെ ഗണത്തിൽ പെടുത്താവുന്ന സംഭവം തന്നെയാണ് ഇതിനെ. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ട്രെൻഡിങ് മാർക്കറ്റിൽ ഈ ഒറ്റ ക്യാനിലേക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ കേട്ടോ. ഈ ക്യാനിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, ചിലപ്പോൾ ക്യാനിൽ കിട്ടില്ല, ഇവിടുന്ന് ഒറ്റടിക്ക് പറഞ്ഞടിച്ച് പോകുമായിരിക്കും. പക്ഷേ അതൊരു മിസ്റ്റേക്കാണ്. എൻ്റെ ഒരു ഭാഗത്ത് ചിന്തിച്ച് കഴിയുമ്പോൾ അത് മിസ്റ്റേക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ഹൈ പ്രൈസിലാണ്, ഇപ്പോൾ ഒരു മിസ്റ്റേക്കാണ് അത്. പിന്നത്തെ മിസ്റ്റേക്കാണ് ഇപ്പോൾ ബൈയേഴ്സ് ഇത്രയും ക്ലോസ് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. ഇപ്പോൾ സെല്ലേഴ്സിൻ്റെ ഈ ക്യാനിൽ ഒരു റെഡ് ക്യാനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ ചാടി കയറും. അതായത് ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടില്ല, നമുക്ക് 152 ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അത് കാണുന്നതിന് മുമ്പേ ചാടി കയറി എടുക്കണവരുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ക്യാൻഡിൽ ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻഡിലിൻ്റെ ബോഡി റെഡ് ആണോ ഗ്രീൻ ആണോ ഇമ്പോർട്ടൻ്റ് ആണ് ട്രേഡിങ്ങിൽ. എൻ്റെ അപ്പോൾ ട്രേഡ് ചെയ്യുമ്പോൾ അത് നോക്കണം. 1 മിനിറ്റ് നിങ്ങൾ ക്ഷമിച്ചിരുന്നേ പറ്റൂ. അപ്പോൾ അതാണ് വേറെ മിസ്റ്റേക്ക്. ആദ്യത്തെ ഞാൻ പറഞ്ഞ അത് മിസ്റ്റേക്ക് ഗണത്തിൽ പെടണമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഗ്രസീവ് എൻട്രി ആണ്. അത് ട്രെൻഡിങ് മാർക്കറ്റിൽ നമുക്ക് അങ്ങനെ എടുക്കേണ്ട വരും, മനസ്സിലായില്ലേ? പക്ഷേ ഒട്ടുമിക്ക മാർക്കറ്റ് ട്രെൻഡിങ് ഒന്നും ആവില്ല. ഒട്ടുമിക്ക മാർക്കറ്റ് ഡിമാൻഡൊക്കെ വരും, കറക്റ്റായിട്ട് ഡിമാൻഡ് പ്രൈസ് അല്ലെങ്കിൽ ലിമിറ്റ് പ്രൈസിലേക്ക് വരും. പക്ഷേ അതൊരു മിസ്റ്റേക്കിൽ കൊണ്ടുവരും. നമ്മൾ എടുക്കേണ്ട പ്രോഫിറ്റിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ അതൊരു 90% SL പോകുന്ന പരിപാടിയാണത്. അപ്പോൾ എന്ന് വെച്ചാൽ മിസ്റ്റേക്കിനാണ് അതിൽ എൻട്രി ഉണ്ടാവരും. 10% ഉള്ളത് എൻ്റെ വിന്നിങ് ചാൻസ്, ഹൈ വിന്നിങ് ചാൻസ് 10% ഉള്ളതിന്. മറ്റേത് മിസ്റ്റേക്കാണ്. റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല, ബോഡി ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല,
അപ്പോഴേക്കും ചാരി കയറി റെഡ് ആണെന്ന് വിചാരിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ മിസ്റ്റേക്കാണ്. ചിലപ്പോൾ അത് ഈ ലിമിറ്റിലൊക്കെ വന്നിട്ട് വരും. ഈ ലിമിറ്റിൻ്റെ അവിടെ ഒരു റെഡ് വരുന്നുണ്ടാവുക, ഈ ലിമിറ്റിൻ്റെ അവിടെ ഒരു റെഡ് ക്യാൻഡിൽ വരുന്നുണ്ടാവും. പക്ഷെ അത് ഫുള്ളായിട്ടുണ്ടാവില്ല, ടൈം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും റെഡാണെന്ന് വിചാരിച്ചിട്ട് ചാടിക്കയറുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ മിസ്റ്റേക്ക് തന്നെയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് പോണതാണ്. ഞാനിവിടെ കറക്റ്റായിട്ട് പറയുന്നത് നിഫ്റ്റിക്ക് 10 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ്. 10 പോയിൻ്റ് ആയി കഴിഞ്ഞാൽ നിഫ്റ്റി സ്റ്റോപ്പ് ലോസ് കട്ട് ചെയ്യുക എന്ന് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇതൊരു ലെവലാണെന്ന് വിചാരിക്കുക, 231. ഇവിടെ നമുക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ ബയേഴ്സ് ലോസ് ചെയ്യണം, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം. സെല്ലേഴ്സ് ലിമിറ്റിൽ നിന്ന് റിജക്റ്റ് ചെയ്തു, നമുക്ക് ലിമിറ്റിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് അടുത്ത ക്യാനിൽ ബയേഴ്സ്, പിന്നത്തെ സെല്ലേഴ്സ് ഒന്നെങ്കിൽ ബയേഴ്സിൻ്റെ ഈ ക്യാനിൽ കയറാം, ഒന്നെങ്കിൽ ബയേഴ്സിൻ്റെ ഈ ക്യാനിൽ കയറാം, അല്ലെങ്കിൽ സെല്ലേഴ്സിൻ്റെ ഈ ക്യാനിൽ കയറാം. എവിടെ കയറിയാലും ഇപ്പോൾ ലിമിറ്റിൽ തന്നെ കിട്ടിയെന്ന് തന്നെ വെക്കുക. നിങ്ങൾ ഈ ട്രേഡ് നമുക്ക് ലിമിറ്റിൽ തന്നെ കിട്ടി, 231 എല്ലാവർക്കും കിട്ടിയെന്ന് വെക്കി. അപ്പോൾ ആ ട്രേഡ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ ഒരു പ്രയോറിറ്റി SL 10 പോയിൻ്റ് ഉള്ളതാണ്. അപ്പോൾ SL നിങ്ങൾ 10 പോയിൻ്റ് എങ്ങനെയാണ് ഇടുന്നത്? ലിമിറ്റിലൂടെ വയ്ക്കുക, 10 പോയിൻ്റോടെ ഇടുക. മനസ്സിലായില്ലേ? ഇതാണ് 10 പോയിൻ്റ് SL. മിനിമം പ്രോഫിറ്റ് 10 പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നത്. പ്രോഫിറ്റ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണം, നമ്മൾ SL ആണ് പറയണത്. അപ്പോൾ SL 10 പോയിൻ്റാണ്. ഈ 10 പോയിൻ്റ് ഇവിടെ പോയി. അതായത് ഈ ക്യാൻഡിൽ ക്ലോസ് ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഒരു വിക്ക് വന്നാൽ വരെ നമുക്ക് 10 പോയിൻ്റ് അടിച്ചു. മനസ്സിലാക്കിക്കോട്ടെ കറക്റ്റായിട്ട്. നമുക്കൊരു വിക്ക് വന്നാൽ വരെ 10 പോയിൻ്റ് പോവും. അപ്പോൾ ഈ 10 പോയിൻ്റ് SL പോയി. ചിലവർ ഇത് കയറുന്നു വെച്ചിട്ടിരിക്കും. അതായത് 231 മുകളിലേക്ക് അല്ലെങ്കിൽ 231 നമുക്ക് കോസ്റ്റെങ്കിലും കൊടുത്തിറങ്ങാൻ പറ്റും, അതുകൊണ്ട് ഞാൻ SL കൊടുക്കണില്ല എന്ന് വെച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ അത് ഒരു തരത്തിലുള്ള ബാഡായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SL നമ്മൾ 10 പോയിൻ്റ് അവിടെ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഉണ്ടാവുന്നത് ഈ വീക്ക്നെസ്സാണ്. 196 വരും. 231 മേടിച്ച പ്രൈസ് 196 വരും. നമ്മൾ 10 പോയിന്റ് കൊടുക്കേണ്ട സ്ഥലത്ത് 30, 40, 50 പോയിന്റ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതൊരു വലിയൊരു മിസ്റ്റേക്കാണ്. SL ഹോൾഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ട്രേഡിങ്ങിൽ നിങ്ങൾ ചെയ്യണ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. 10 പോയിന്റ് അവിടെ കൊടുക്കുക, ഇറങ്ങുക. ഇനി അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ 231 എന്ന് പറഞ്ഞ പ്രൈസ് കൊടുത്തു. ഈ കൊടുത്ത ടൈമിൽ 231 വരുമ്പോൾ തന്നെ എൻട്രി എടുക്കുന്ന ആൾക്കാർ നമ്മുടെ കണ്ടീഷൻസ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 231 എത്തിക്കഴിഞ്ഞാൽ എടുക്കാം എന്നാണ്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഞാൻ കുറേ കണ്ടൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടൻസിലൊക്കെ ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്യണം, നല്ല ട്രേഡുള്ളൂ. ചിലവർ ചെയ്യുന്ന പരിപാടി ഈ ഗ്രീൻ ക്യാൻഡിൽ ലോസിങ് കണ്ടില്ലേ, ഒരു വിക്ക് ഒന്ന് മുകളിൽ തട്ടി അടിയിലേക്ക് റിജക്റ്റ് ആയിക്കുന്നത്. ഇത് നമ്മുടെ ട്രേഡ് ആക്ടിവേറ്റ് ആയെന്ന് വിചാരിക്കും ചിലവർ. മനസ്സിലായില്ലേ? അപ്പോൾ അതും ഒരു മിസ്റ്റേക്ക്, അത് മേജറായിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. അങ്ങനത്തെ ഒരു ട്രേഡിങ് സ്ട്രാറ്റജി ഞാനിവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. നമുക്ക് ക്യാൻഡിൽ ക്ലോസ് ട്രേഡിങ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. ബയേഴ്സ് ലോസ് ചെയ്ത് ഈ കാര്യം കണ്ടില്ല, ഈ ക്യാൻഡിലുണ്ട് ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്താൽ ട്രേഡ് എടുക്കാം. SL 10 പോയാൽ ഇറങ്ങുക. നമ്മൾ വിക്കിനൊന്നും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല. നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഈ വിക്കൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. മനസ്സിലായില്ലേ? ബോഡി ക്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കോമൺ മിസ്റ്റേക്ക് വരുന്നത് ട്രേഡിങ്ങിൽ ഇൻ മൈ സ്ട്രാറ്റജി. മനസ്സിലായില്ലോ? കറക്റ്റായിട്ട് എല്ലാവരും മനസ്സിലാക്കി. ഇത്രയും മിസ്റ്റേക്കുകൾ എൻ്റെ ഈ സ്ട്രാറ്റജീസിൽ നിങ്ങൾക്ക് സംഭവിക്കണമുണ്ട് കുറേ ആൾക്കാർക്ക്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല ട്രേഡ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു സ്ട്രാറ്റജി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂട്യൂബിൽ ഞാൻ കുറേ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ അതിൽ 2-3 വീഡിയോ നിങ്ങൾ കാണുക, പഠിക്കുക, എന്നിട്ട് പെയ്ഡിലേക്ക് കയറിയാൽ മതി. എന്നിട്ട് ഫ്രീയിലേക്ക് കയറിയാൽ മതി, പിന്നെ പെയ്ഡിലേക്ക് കയറുക. നിങ്ങൾക്ക് ഫ്രീ ഇരുന്നിട്ട് പ്രോഫിറ്റ് വരുന്നുണ്ട്. ഞാൻ പറയുന്നത് കറക്റ്റാണ് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൽ ഇരുന്ന് പ്രോഫിറ്റ് വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ മാത്രം നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വന്നാൽ മതി. പെയ്ഡ് ഗ്രൂപ്പിൽ നിങ്ങൾ ഫ്രീയിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാത്ത ആളാണെങ്കിൽ ഒരാളിനെ ഞാൻ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യണില്ല. ആരും കയറണ്ട പെയ്ഡ് ഗ്രൂപ്പിൽ കേട്ടോ. ഇന്ന് അതിനും മാത്രം നല്ല ദിവസമായിരുന്നില്ല ട്രേഡിങ്ങിൽ. നമ്മൾ പക്ഷേ മാനേജ് ചെയ്തിട്ടുണ്ട്. നമുക്കിന്ന് പ്രോഫിറ്റുകളുണ്ട്. പ്രോഫിറ്റുകൾ മാത്രമല്ല, പ്രോഫിറ്റുകൾ നല്ല ഉദ്ദേശിക്കണം, ഫുൾ ടാർഗറ്റുകളുണ്ട്. ഞാൻ ഫുൾ ടാർഗറ്റുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇങ്ങനെ പറയണില്ല. ഫുൾ ടാർഗറ്റ് ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിനിങ്ങും ക്യാപിറ്റൽ പ്രൊട്ടക്ഷനുമാണ് മുമ്പോട്ടുള്ളൊരു കേസ്. മനസ്സിലായില്ലേ? നിങ്ങൾ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങുക, നിങ്ങളെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമുക്ക് ടാർഗറ്റുകളും വരും, അല്ലെങ്കിൽ 1:1, 1:2 ഇതൊക്കെ വരും. അത് 10 പോയിന്റ് 20 പോയിന്റ് നിഫ്റ്റിയിൽ വരും. അത് ബുക്ക് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഞാൻ ടാർഗറ്റ് മാത്രമേ ബുക്ക് ചെയ്യുള്ളൂ, 1:5 മാത്രമേ ബുക്ക് ചെയ്യുള്ളൂ. കിട്ടും, കിട്ടില്ല ഞാൻ പറയണില്ല. എല്ലാ ട്രേഡും കിട്ടില്ല എന്നേ പറയണുള്ളൂ. കിട്ടായില്ല. മനസ്സിലായില്ലേ? കിട്ടും. അപ്പം എല്ലാ ട്രേഡും കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ട് നിങ്ങൾ ട്രേഡിങ്ങിനൊക്കെ ഇരിക്കുക. എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ആലോചിക്കണം. നമ്മൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് കൊടുക്കണം, ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണം, പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫ്രീ ഗ്രൂപ്പിൽ ഞാൻ അത്യാവശ്യം ട്രേഡൊക്കെ അതിലുണ്ട്. ഫ്രീ ഗ്രൂപ്പിൽ നമുക്ക് കിട്ടും ട്രേഡുകളൊക്കെ. ഒരു 10 വരെ ഞാൻ ഫ്രീ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്.
10 വരെ നിങ്ങൾക്ക് ഫ്രീ ഗ്രൂപ്പിൽ ട്രേഡ് കിട്ടും. 10 കഴിഞ്ഞാലാണ് പെയ്ഡ് ഗ്രൂപ്പിൽ ട്രേഡ് പോണത്. ആ ടൈമിൽ നിങ്ങൾക്ക് കൂടുതലൊക്കെ ട്രേഡ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വന്നാൽ മതി. നമ്മുടെ കണ്ടീഷൻ പഠിച്ചിട്ട് പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വരിക. വെറുതെ കണ്ടീഷൻ ഒന്നും അറിയില്ല അങ്ങനെ സെറ്റപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടീഷൻ പഠിക്കുക, യൂട്യൂബ് നോക്കിയിട്ട് പഠിക്കുക. പിന്നെ നമ്മളിവിടെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യണത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളാണ്, പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് ടഫാണ് കാര്യം. അതാണ് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. നമ്മുടെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്, നിങ്ങളത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസിയാണ്. പ്രോഫിറ്റ് തരുന്ന സ്ട്രാറ്റജി, ഞാൻ പറഞ്ഞ പ്രോഫിറ്റ് തരുന്ന ഒരു സ്ട്രാറ്റജി, അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി. അപ്പോൾ കുറേ ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും അങ്ങനെ പ്രോഫിറ്റ് മാത്രം കണ്ട സ്ട്രാറ്റജി ഒന്നും ഇല്ല എന്നാണല്ലോ പഠിപ്പിച്ച് വെച്ചാണത്, അങ്ങനെയാണല്ലോ പറഞ്ഞു കേട്ടാണത്. പക്ഷേ പ്രോഫിറ്റ് മാത്രം തരുന്ന സ്ട്രാറ്റജി എന്നല്ല, നമുക്കിവിടെ 10 പോയിന്റ് എസ്സിൽ പോകുന്നുണ്ട്, ഇല്ലായിക്കൊന്നുമില്ല, 10 പോയിന്റ് എസ്സിൽ പോവും. പക്ഷെ എന്ന് വെച്ചാൽ ഓൾ ഓവർ ഒരു ദിവസത്തിൽ നിങ്ങൾ പ്രോഫിറ്റിലിരിക്കും. അതാണ് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെയാണ് പ്രോഫിറ്റ് എന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ നിങ്ങൾ ഈസിയാണ് സംഭവം, പക്ഷെ നിങ്ങളത് പഠിച്ച് വരണം, എന്നാലാണ് അത് ഈസി ആവുള്ളൂ. വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ പെയ്ഡ് ഗ്രൂപ്പിൽ ചേരാം. നല്ല പ്രോഫിറ്റ് ഇന്നും ജനറേറ്റ് ചെയ്തവരുണ്ട്. ഇന്ന് 1000 രൂപ മുതൽ 20,000 രൂപ വരെ പ്രോഫിറ്റ് എടുത്ത പെയ്ഡ് മെമ്പേഴ്സ് എനിക്കുണ്ട്. പക്ഷെ ഞാൻ ആ സ്ക്രീൻഷോട്ട് ഇതിൽ കാണിക്കണില്ല, പ്രൈവസി ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇവരൊക്കെ കയറുന്നത് ഈ 500-ന്റെ എൻ്റെ പെയ്ഡ് ഗ്രൂപ്പിലാണ്. നിങ്ങൾക്ക് ഈ 500-ന് ഞാൻ തരുന്നത് കോഴ്സ് മാത്രമല്ല അവിടെ തരുന്നത്, പ്രൊവൈഡ് ചെയ്യണത്. നിങ്ങളൊരു റൈറ്റ് ഡയറക്ഷനിലേക്കാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് നിങ്ങളെ കൊണ്ടുപോകണത്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജി മാത്രം അറിഞ്ഞുകൊണ്ട് കാര്യമില്ല, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് കറക്റ്റ് ആക്കണം, നിങ്ങളുടെ SLനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. നമുക്ക് നല്ല രീതിക്ക് അതൊരു എക്സ്ട്രാ ഒരു പണിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ SL പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ SL കറക്റ്റായിട്ട് ഇടിപ്പിക്കുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അതൊക്കെ ഒരു പണി തന്നെയാണ്. എനിക്കത് വേണമെങ്കിൽ പറയാണ്ടൊരു കേസ് ആയിട്ട് മനസ്സിലായില്ലേ. നിങ്ങൾ എത്രയും SL ഇട്ടെ, എത്രയും പ്രോഫിറ്റ് എടുക്കട്ടെ, ഞാൻ എനിക്ക് സ്ക്രീൻഷോട്ട് മാത്രം ഇട്ടാൽ മതി, അങ്ങനത്തെ ലെവലിലേക്ക് പോകാൻ വേണമെങ്കിൽ. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള കാര്യമില്ല, മനസ്സിലായില്ലേ. അതാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. നമുക്ക് കാണാൻ ഇന്നത്തെയാണ്. ഇതാണ് എൻ്റെ ഫ്രീ ഗ്രൂപ്പ്. ബാങ്ക് നിഫ്റ്റി ലെവൽസാണ്, നിഫ്റ്റി ലെവൽസാണ്. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഒരു നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടായിരുന്നത്. നമ്മുടെ റൂൾസാണ്, ഈ റൂൾസ് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം മാക്സിമം. നമുക്ക് ആകെ ഒരു ട്രേഡാണ് കിട്ടിയേക്കണത് ഫ്രീ ഗ്രൂപ്പിൽ. നമുക്ക് ആ ട്രേഡിലേക്ക് തന്നെ നേരിട്ട് പോവാം. 23,200 C ആണ് നമുക്ക് ആക്റ്റീവ് ആയിക്കണത്. അതായത് 9:24 കൊടുത്തതാണ് 23,200 C, 207 രൂപയുടെ C കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ 23,200 C ഞാൻ 199 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രണ്ട് പ്രൈസ് റേഞ്ച് നമുക്ക് നോക്കാൻ പോയിട്ട് ഇത് 10.2-നാണ് കൊടുത്തത്. ആസ് യൂഷ്വൽ അത് ഇത്തിരി മുമ്പാണ് കിട്ടിയത് എല്ലാവർക്കും. അവർക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് കാണാം, ഇതാണ് 23,200 C. ഈ രണ്ട് ട്രേഡും 2 സെപ്പറേറ്റ് ടൈമിങ്ങിനാണ് ട്രിഗർ ആയിരിക്കണത്. കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 2 ട്രേഡ് നമുക്ക് ട്രിഗർ ആയിട്ടുണ്ട്. സെയിം സ്ട്രൈക്കിൽ 199.30-ൻ്റെയും 207.95-ൻ്റെയും ഈ 2 സ്ട്രൈക്കും നമുക്ക്, ഈ 2 പ്രൈസും നമുക്ക് ട്രിഗർ ആയിട്ടുണ്ട്. സെപ്പറേറ്റ് ടൈമിലാണ്, സെപ്പറേറ്റ് പ്രോഫിറ്റാണ്. പക്ഷേ ആസ് എ ഹോൾ ഇത് നമുക്കൊരു പ്രോഫിറ്റാണ്. നിഫ്റ്റിയിൽ ഒറ്റ ടാർഗറ്റാണ് 50 പോയിന്റ്. ഇത് എല്ലാവർക്കും എടുക്കാൻ പറ്റും, ഒരാൾക്ക് മാത്രം എടുക്കാൻ പറ്റുന്ന മെത്തേഡല്ല പറയണത്. നമ്മുടെ ഒരു ഫ്രീ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്, ആ ടൈമിൽ എത്ര പേര് ഫ്രീ ഗ്രൂപ്പിൽ കാണുന്നു. ചിലപ്പോൾ 50 പേര് കാണുണ്ടാവും, ചിലപ്പോൾ 80 പേര് കാണുണ്ടാവും, ചിലപ്പോൾ 100 പേര് കാണുണ്ടാവും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 പേർക്കും കിട്ടണം, മനസ്സിലായി. ഈ 100 പേരും ട്രേഡ് എടുത്ത് സക്സസ് ആവും. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ബിൽഡ് ചെയ്തേക്കുന്നത്. അല്ലാണ്ട് 100 പേര് കണ്ടതിൽ 20 പേർക്ക് കിട്ടുന്ന സ്ട്രാറ്റജി അല്ല അത്. 100 പേര് കാണുന്നതിൽ 100 പേരും ഈ ട്രേഡ് എടുക്കാൻ പറ്റും, സക്സസ് ആവാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുക, ഞാൻ കൊടുത്ത ടൈം നിങ്ങൾ നോക്കുക. 10:02-നാണ് കൊടുത്തേക്കുന്നത്. 10:02 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്ത ശേഷം നമുക്ക് സെല്ലേഴ്സ് റേഷൻ കിട്ടണം. അതായത് 199.30-ൻ്റെ മുകളിൽ ബയേഴ്സ് ഈ ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി സെല്ലേഴ്സ് റിജക്ഷനാണ് വേണ്ടത്. സെല്ലേഴ്സ് റേഷൻ അടിയിൽ പോയി ക്ലോസ് ചെയ്തു, ട്രേഡ് ഇല്ല. പിന്നെയും ബയേഴ്സ് ക്ലോസ് ചെയ്തു, ട്രേഡ് ഓപ്പർച്യൂണിറ്റി വന്നു, പിന്നെ സെല്ലേഴ്സ് ക്ലോസ് ചെയ്തു. ഈ സെല്ലേഴ്സ് ക്ലോസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെവലിൻ്റെ മുകളിലാണ്, അതായത് 199.30-ൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയി. ട്രേഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഓർഡറിൽ അടുത്ത ക്യാനൽ ലിമിറ്റ് ഓർഡർ എല്ലാവരും കിട്ടും. ഈ ലിമിറ്റ് ഓർഡർ എടുത്തവർക്ക് SL പോയിട്ടില്ല, നിങ്ങൾക്ക് കാണാം. 10 പോയിൻ്റാണ് SL. ആ 10 പോയിൻ്റ് SL പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. കണ്ടില്ലേ, ഇത് 10 പോയിൻ്റ് SL ആണ്. ലിമിറ്റ് ഓർഡറിൽ നിന്നാണ് ഈ ട്രേഡ് കിട്ടിയത്. 10 പോയിൻ്റ് ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്.
ഈ ട്രേഡ് നേരിട്ട് പോയിട്ട് 1:2 ആയി. പക്ഷെ ചിലവർക്ക് ഞാൻ പറയാം, ഇതിപ്പോൾ ലിമിറ്റ് ഓർഡറിൻ്റെ കാര്യം പറഞ്ഞു, SL പോയിട്ടില്ല എന്ന് പറഞ്ഞു. ചിലവർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇവിടെ സെല്ലേഴ്സ് സ്കാനിൽ കണ്ടു, അപ്പോൾ തന്നെ ചാടി കയറും ചിലവർ, മനസ്സിലായില്ലേ? ഇവിടെ ഒരു വിക്ക് ഉണ്ട്, ബോഡി ഉണ്ട് അടിയിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടും, ഈ ട്രേഡ് ഇവിടെയും കിട്ടും, ഇവിടെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് SL പോയിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അവിടെ നിന്ന് ചാടി കയറി ലിമിറ്റിലല്ല, ലിമിറ്റിൻ്റെ തൊട്ട് മുകളിൽ എടുത്തവർക്ക് SL പോയിട്ടുണ്ട്. അങ്ങനെ പോയവർക്ക് ഇതും ഒരു റീ എൻട്രി ഉണ്ട്, മനസ്സിലായില്ലേ? ഇതേ പ്രൈസിന് അടുത്ത റീ എൻട്രിയാണ് അവർക്കുള്ളത്. ആ റീ എൻട്രി എങ്ങനെ കിട്ടണം നോക്കി നോക്കുക നിങ്ങൾ. റീ എൻട്രി കിട്ടുന്നത് ഇവിടെ പോയിട്ട്, അതായത് 207 മുകളിൽ പോയിട്ട് സെല്ലേഴ്സ് റേഷൻ കാണണം. എന്നിട്ട് ലിമിറ്റിലേക്കോ അല്ലെങ്കിൽ ഡിമാൻഡിലേക്കോ ഇത് വരണം. 299 മുകളിലേക്ക് ഇത് കറക്റ്റ് വന്നിട്ടുണ്ട്. അത് ഒരു 200 രൂപ വരെ, 1 രൂപ വ്യത്യാസത്തിൽ വരെ വന്നിട്ടുണ്ട്. SL പോയവർക്ക് അത് അങ്ങനെ എടുക്കാം. അവർക്കാണെങ്കിൽ ഡയറക്റ്റ്ലി 50 പോയിൻ്റാണ് ഈ ടാർഗറ്റ് വന്നത്, മനസ്സിലായില്ലേ? 50 പോയിന്റ് ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ SL കൊടുക്കാത്തവർ, അതായത് ലിമിറ്റിന് എടുത്തവർക്കൊന്നും SL പോയിട്ടില്ല, അവർക്ക് ടൈം എടുത്തിട്ട് 50 പോയിന്റ് പോയിട്ടുണ്ട്. SL പോയവർക്ക് ഇത് ഡിമാൻഡിലേക്ക് പിന്നെ റീ എൻട്രി വന്നിട്ട് ടാർഗറ്റ് പോയതുണ്ട്. ഇനി അടുത്ത സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 207.95 ഈ പ്രൈസിൻ്റെ മുകളിലേക്ക് ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്ട് ചെയ്താൽ പിന്നെ കൊടുക്കാം, മനസ്സിലായില്ലേ? ഞാൻ ആദ്യം കൊടുത്ത പ്രൈസാണ് 207.95, 9.24 കൊടുത്താണ് 23,200 CE. അത് നമുക്ക് ആക്റ്റീവ് ആവുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10:16 ഈ 10:16 ആക്ടിവേറ്റ് ആകുമ്പോൾ നിങ്ങൾ 207.95 പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്ടിവേറ്റ് ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സിനാരിയോ ആലോചിക്കുക, ഇത് അഗ്രസീവ് എൻട്രി ആണ്. ഞാൻ 207 വിളിക്കാൻ പറഞ്ഞ് 220 വന്നതാണ്. 13 പോയിന്റ് വ്യത്യാസമുണ്ട്. നമുക്ക് പ്രോഫിറ്റ് എടുക്കേണ്ട സ്ഥലത്താണ് നമ്മൾ എൻട്രി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് മിസ്റ്റേക്കാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തിരി വെയിറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ ഈ ഒറ്റ ക്യാൻ്റെ അടിയിലേക്ക് വന്ന സ്ഥിതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ നിന്ന് മേടിക്കാം. ഇത് എല്ലാവർക്കും ലിമിറ്റ് ഓർഡർ നിന്ന് കിട്ടും. അത് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത്, ഇത് എല്ലാവർക്കും ലിമിറ്റ് ഓർഡർ നിന്ന് കിട്ടും. 10 പോയിന്റ് പ്രൊട്ടക്റ്റഡ് ആണ്, മനസ്സിലായില്ലേ? ഇവർ നമ്മൾ 10 പോയിന്റാണ് SL ഈ 10 പോയിന്റ് പ്രൊട്ടക്റ്റഡ് ആണ്. എന്നിട്ട് നേരെ പോയിട്ടൊരു 50 പോയിന്റിലേക്ക് നേരെ കയറി പോയിക്കാണ് 50 പോയിന്റ്. അപ്പോൾ ഈ ട്രേഡിൽ വേറെ SLും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ട്രേഡ് നേരിട്ടിട്ട് 50 പോയിന്റാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഫ്രീ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ട്രേഡ് വന്നേക്കുന്നത്. ഡിഫിക്കൾട്ടൊന്നുമില്ല, ഈസി തന്നെയാണ്, ഒരു പ്രശ്നമില്ല. ലിമിറ്റ് ഓർന്ന് വരച്ചവർക്ക് ഇത് SL എവിടെയും പോയിട്ടില്ല. അതാണ് ഇതിൻ്റെ ഉള്ളത്തെ സത്യം. ലിമിറ്റ് ഓർന്ന് എടുത്തവർക്ക് എവിടെയും SL പോയിട്ടില്ല. അല്ലാത്തവർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ലിമിറ്റ് ഓർന്ന് എടുക്കാത്ത ചിലർക്ക് SL പോയിട്ട് പിന്നെ റീ എൻട്രിയിൽ പ്രോഫിറ്റ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയവരുണ്ട് കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റ് ടൈം 10 പോയിന്റ് SL പോയിട്ട് റീ എൻട്രിയിൽ 50 പോയിന്റ് പിടിച്ച ആൾക്കാരുണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഈസിയാണ്, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ തരുന്ന പ്രൈസ് നിങ്ങൾ വരച്ച് വയ്ക്കുക. പിന്നെ ഞാൻ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വെക്കും, ടെലിഗ്രാമിൽ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് വെക്കും. അത് നിങ്ങൾ കറക്റ്റായിട്ട് ട്രേഡിംഗ് വ്യൂവിൽ വരച്ച് വയ്ക്കുക. എന്നിട്ട് ഈ നമ്മുടെ കണ്ടീഷൻ വരുന്നത് നോക്കുക, ട്രേഡ് എടുക്കുക. ഇപ്പോൾ രാവിലെ തന്നെ നമുക്കൊരു ഇതൊരു 10:15, അതായത് നമ്മൾ ഫ്രീ ഗ്രൂപ്പ് നമ്മൾ റണ്ണിങ് ഒരു 10:30 വരെയാണ്. അപ്പോൾ 10:30 കിട്ടിയൊരു ട്രേഡാണ് ഇത്. അത്രയും നേരം നോക്കിയിരുന്നിട്ട് കിട്ടിയൊരു സൈഡാണിത്. അതിൽ ഫുൾ ടാർഗറ്റ് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഫ്രീ ഗ്രൂപ്പിനും സന്തോഷമായിട്ടുണ്ടാവും, അടിപൊളി ട്രേഡായിരുന്നു അത്. ഇത് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പാണ്. പെയ്ഡ് ഗ്രൂപ്പിലത്തെ 3 ട്രേഡാണ് വന്നേക്കണത്. നമുക്ക് 3 ട്രേഡിൽ 2 ട്രേഡും 1:1 പിന്നെ SLക്ക് പോയി ചെയ്തത്. 1:1 കിട്ടിയ സ്ഥിതിക്ക് പിന്നെ SL ഞാൻ പറയണില്ല. പിന്നെ നമുക്കൊരു ടാർഗറ്റ് അടിച്ചിട്ടുണ്ട് പെയ്ഡ് ഗ്രൂപ്പിൽ. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇത് ഒരാളുടെ പ്രോഫിറ്റാണ്, ഇന്നുണ്ടാക്കിയൊരു പ്രോഫിറ്റാണ്. പിന്നെ വേറെ ആളുടെ പ്രോഫിറ്റാണത്. പിന്നെ അവസാന ട്രേഡാണ് നമുക്ക് 1:5 കിട്ടിയേക്കണത് കേട്ടോ. 23,200 PEയിലാണ് 1:5 പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയത്. നമുക്ക് രാവിലെ അടിച്ചത് 23,200 CEയിലാണ് 1:5 കിട്ടിയത്. പിന്നെ 23,200 PEയിലാണ് 1:5 കിട്ടിയത്. ഇത് ഇത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ട്രേഡ് തന്നെയാണ് ഇത്, മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡായിരുന്നു അത്. അതിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ലോസ് എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടിയും ഇതിലെല്ലാം റിക്കവറായി പോകും. ഈ ഒറ്റ ട്രേഡിൽ എല്ലാം റിക്കവറാണ് എല്ലാവർക്കും. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ള പെയ്ഡിലത്തെ ട്രേഡിംഗ് നോക്കി 3 ട്രേഡേ കിട്ടിയിട്ടുള്ളൂ. അതായത് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി തന്നാലാണ് നമുക്ക് കിട്ടുള്ളൂ ട്രേഡ്. അല്ലാണ്ട് എനിക്ക് 1 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അരമണിക്കൂറും ട്രേഡൊന്നും കിട്ടില്ല. മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി തരണം, എന്നാലാണ് നമുക്ക് ട്രേഡ് കിട്ടുള്ളൂ. ചിലപ്പോൾ നമുക്ക് 5-6 ട്രേഡ് 5-10 ട്രേഡൊക്കെ കിട്ടും വീട്ടിൽ. ചിലപ്പോൾ 3 ട്രേഡ് 2 ട്രേഡ് അല്ലെങ്കിൽ 5 ട്രേഡൊക്കെ ഉണ്ടാവുള്ളൂ. അല്ല ഏതെങ്കിലുമൊക്കെ കാരണം ടാർഗറ്റിലേക്ക് പോകും, ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ കാരണം SLക്ക് പോകും. അപ്പോൾ SL പോവുകയാണെങ്കിൽ നമ്മൾ 10 പോയിന്റ് കൊടുക്കണുള്ളൂ. ടാർഗറ്റ് പോകുകയാണെങ്കിൽ 50 പോയിന്റ് എടുക്കണമെന്നുണ്ട്. എല്ലാവർക്കും എടുക്കാൻ പറ്റും, ക്ഷമയുള്ളവർക്കൊക്കെ എടുക്കാം. അല്ലാത്തവർക്ക് നല്ലൊരു പ്രോഫിറ്റ് ആകുമ്പോൾ ഇറങ്ങാം. അതൊക്കെ ഒരു ആസ് എ ട്രേഡർ അവരുടേതായിട്ടുള്ള ചിന്താഗതികളാണ്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ട്രേഡിങ് ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കണ്ടീഷൻസ് പഠിക്കുക, യൂട്യൂബ് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക. എന്നാൽ തന്നെ നമ്മുടെ കണ്ടീഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഏൺ ചെയ്യുക. ഫ്രീ ആയിട്ട് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുകയാണ്. എൻ്റെ ട്രേഡ്സൊക്കെ എടുത്തിട്ട് നിങ്ങൾ സക്സസ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നുണ്ട്, അങ്ങനെ സെറ്റപ്പിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, മനസ്സിലായില്ലേ?
500 ആണ് അതിൻ്റെ ചാർജ് വരുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, കൂടുതൽ ട്രേഡ് കിട്ടും, ക്യാഷ് ഏൺ ചെയ്യാം, അത്രേ ഉള്ളൂ. താല്പര്യമുള്ളവർ മാത്രം കയറിയാൽ മതി പെയ്ഡ് ഗ്രൂപ്പിലൊക്കെ. ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കുറേ പഠിക്കണം എന്നുള്ള സെറ്റപ്പുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഞാൻ ചെയ്യുന്ന അതേ പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ എങ്ങനെയാണ് പ്രൈസ് എടുക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്, എക്സൽ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. പ്രീവിയസ് വീഡിയോസ് കാണാം, ലേറ്റസ്റ്റ് വീഡിയോസ് കാണാം. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് തന്നെ ചാനൽ ജോയിൻ ചെയ്യുക, മനസ്സിലായില്ലേ? അല്ലാണ്ട് കൺഫ്യൂഷൻ വെച്ചിട്ട് ആരും ട്രേഡ് ചെയ്യാൻ നിൽക്കണ്ട. അതാണ് എനിക്ക് പറയാനുള്ള ഒരു ഒപ്പീനിയൻ. കൺഫ്യൂഷൻസ് വേണ്ട ട്രേഡിങ്ങിൽ. ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമില്ല. നമ്മൾ അത്രയും കൺഫർമേഷൻ കഴിഞ്ഞിട്ടാണ് ട്രേഡിലേക്ക് വരുന്നത്. പിന്നെ വേറെ കൺഫ്യൂഷൻസിൻ്റെ ആവശ്യമില്ല. കോൺഫിഡൻ്റലി ട്രേഡ് ചെയ്യാൻ നോക്കുക. പേടിയുള്ളവരൊക്കെയാണ്, നല്ല പേടിയുണ്ട് ട്രേഡ് ചെയ്യാന്നുള്ളവരൊക്കെ ആണെങ്കിൽ മാക്സിമം 10 പോയിന്റ് കിട്ടുമ്പോൾ ഇറങ്ങുക, മനസ്സിലായി? ബുക്ക് ചെയ്യുക നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിങ്ങൾ ഇറങ്ങി പഠിക്കുക. ഒരു 2 മാസത്തോളം നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. 10 പോയിന്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി പഠിക്കുക. പിന്നെ നമുക്ക് 20 പോയിന്റ് 30 പോയിന്റിലേക്കൊക്കെ കടക്കാം, മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്താൽ മതി. ഇന്ന് അത്ര മോശമില്ലാത്ത ദിവസം തന്നെയായിരുന്നു. നമുക്ക് നാളെയും നല്ലൊരു അടിപൊളി ദിവസം കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ.